രാജ്യത്തെ 52 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച സിപിഎമ്മിന് നേടാനായത് 4 സീറ്റുകൾ മാത്രമാണ്. 9 സീറ്റുകളിൽ മത്സരിച്ച സിപിഐ 2 സീറ്റുകൾ നേടി. പ്രതിപക്ഷ മുന്നണിക്കൊപ്പം ചേർന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാനായില്ല എന്നാണ് 2024 തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള പ്രചരണം വിലപ്പോയില്ല. ഇടതിൽ ഒരു കാര്യവുമില്ല എന്ന ജനങ്ങൾ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി. കേരളത്തിലെ 15 സീറ്റുകൾ ഉൾപ്പെടെ 52 മണ്ഡലങ്ങളിലാണ് സിപിഎം സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. നേടാനായത് 4 സീറ്റുകൾ മാത്രം. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലെ മധുരയിലും ഡിണ്ടിഗലും DMKയുടെ കാരുണ്യത്തിൽ സിപിഎം വിജയിച്ചു. കൂടാതെ രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന സിപിഎമ്മിന് നേട്ടമുണ്ടാക്കാനായി. സിപിഐ ആകട്ടെ 9 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. തമിഴ്നാട്ടിലെ നാഗപട്ടണം, തിരുപ്പൂർ എന്നീ മണ്ഡലങ്ങളിലാണ് സിപിഐ വിജയിച്ചത്. 2024 തെരഞ്ഞെടുപ്പിൽ 1.76% വോട്ട് മാത്രം സിപിഎം നേടിയപ്പോൾ 0.49% വോട്ടാണ് സിപിഐ നേടിയത്. പശ്ചിമബംഗാളിൽ 23 സീറ്റുകളിലാണ് സിപിഎം ജനവിധി തേടിയത്. 2011 അധികാരത്തിൽ നിന്നും പുറത്തായ ശേഷം പിന്നീട് ഇങ്ങോട്ട് തിരിച്ചുവരാൻ സിപിഎമ്മിന് ബംഗാളിലായിട്ടില്ല. കേരളത്തിൽ 15 മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും ആലത്തൂരിൽ തരി മാത്രമായി അവശേഷിക്കാനാണ് സിപിഎമ്മിന് ജനങ്ങൾ വിധിച്ചത്. രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ സിപിഎം മത്സരിച്ചെങ്കിലും തമിഴ്നാട്ടിലും കേരളത്തിലും രാജസ്ഥാനിലും മാത്രമാണ് പ്രാതിനിധ്യം. ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിൽ കൂടി സിപിഎമ്മും സിപിഐയും അടങ്ങുന്ന ഇടത് പാർട്ടികൾ അപ്രധാനമാകുന്നു എന്നുള്ള സൂചനകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമാകുന്നത്. ജനം, ഡൽഹി.